നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് തണ്ണിമത്തൻ്റെ വിത്താണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തണ്ണിമത്തൻ ജ്യൂസായിട്ടും സർബത്തായിട്ടും എന്തിനേറെ തോട് കൊണ്ട് അച്ചാർ വരെ ഉണ്ടാക്കിയവരാണ് നമ്മൾ മലയാളികൾ. കുരു ഉള്ളതുകൊണ്ട് തന്നെ അത് തുപ്പിക്കളയുമ്പോൾ തിന്നാനുള്ള ഫ്ലോ പോയി എന്നുള്ള സങ്കടം ഒരു വഴിക്ക്, ഇനി അഥവാ ഒരു കുരു വിഴുങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് വയറ്റിൽ കിടന്ന് കിളിച്ചു വരുമോ എന്നുള്ള ഭയം വേറൊരു വഴിക്ക്. എന്നാൽ അഴകുള്ള ഈ ഫലത്തിന് കണ്ണേറ് ഇട്ടാതിരിക്കാൻ എന്ന പോലെ ചിതറിക്കിടക്കുന്ന കുരുക്കളുടെ ഗുണങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് തണ്ണിമത്തൻ. ഹൃദയാരോഗ്യത്തിനും BP നോർമലാക്കാനും നല്ലതാണ്. പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും. ഇതൊരു നാച്ചുറൽ വയാഗ്രയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ജ്യൂസിൽ മാത്രമല്ല, അതിൻ്റെ സീഡ്സിലും അടങ്ങിയിട്ടുണ്ട്. ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രത്യുൽപാദനത്തിന് സഹായിക്കും. മഗ്നീഷ്യം, പ്രോട്ടീൻ, അയൺ, സിങ്ക്, കോപ്പർ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എല്ലുകൾക്ക് നല്ലതാണ്. ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. ഈ വിത്ത് കഴിക്കേണ്ട വിധം അങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം, മുളപ്പിച്ചിട്ട് കഴിക്കാം. പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ സ്മൂത്തി പോലെയുള്ള സാധനങ്ങളിൽ ആഡ് ചെയ്തിട്ട് അല്ലാതെ ഒരു സൈഡ് ഡിഷായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സീഡാണിത്. ദഹനക്കേടോ മലബന്ധമോ ഒക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇത് കഴിക്കാൻ തുടങ്ങുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ കഴിക്കുക. അഥവാ ഇത് കഴിച്ച് തുടങ്ങുമ്പോൾ ദഹനക്കേടോ മലബന്ധമോ വരികയാണെങ്കിൽ ഒഴിവാക്കുകയും വേണം. മൂഡ് സ്വിങ് ഉള്ള ആൾക്കാർക്ക് വാട്ടർമെലൻ്റെ സീഡ്സ് നല്ലൊരു ചോയ്സാണ്. മുടി പൊഴിച്ചിലുള്ളവർക്ക്, ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ ഡെയിലി ബേസിസിൽ കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു വിത്താണിത്. ഇത് നമുക്ക് ഈ എള്ളുണ്ടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ ഉണ്ടാക്കി വേണമെങ്കിലും കഴിക്കാം, അല്ലാതെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് കുറിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്.